ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയം ജെറി. മൂന്ന് സിനിമകളെ കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്. പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാം. അറിയാലോ ഏതൊക്കെയാണ് സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എത്രമാത്രം വലിയ ഹൈപ്പാണ് ഉണ്ടാക്കിയത്, ഹൈപ്പിനനുസരിച്ച് എത്രമാത്രം വലിയ വിജയമാണ് ഉണ്ടാക്കിയത്. ഇപ്പോഴും ദി മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് പേരുകളിൽ ഒന്ന് കിൽ എന്ന് പറഞ്ഞ സിനിമയും രണ്ട് മാർക്കോ എന്ന് പറഞ്ഞ സിനിമയായിരിക്കും. ആ ഒരു ഉയരത്തിലേക്ക് മാർക്കോനെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷെരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരനാണ്. അത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഓഫ്കോഴ്സ് ഉണ്ണിമുഖത്തിന് അതിൽ അഭിനയിച്ചിട്ടുള്ള മറ്റാളുകൾ, അഭിമന്യു, എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഇവരെ വിശ്വസിച്ച് അത്രയും വലിയൊരു എമൗണ്ട് ഇറക്കി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അത്രയും വലിയൊരു സിനിമ ഇവർക്ക് പുൾ ഓഫ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോഴും കേരളത്തിന്റെ അപ്പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് മാർക്കോ. സോ അതിനുശേഷം ഷെരീഫ് മുഹമ്മദ് സംവിധാനം ചെയ്യുന്ന ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ പ്രൊഡക്ഷൻ നമ്പർ 2 ചിത്രം ആന്റണി വർഗീസ് പെപ്പെ നായകനായിട്ട് വരുന്ന ഈ ഒരു ചിത്രമാണ്. ടൈറ്റിൽ അനൗൺസ്മെന്റും ഫസ്റ്റ് ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, ടൈറ്റിൽ അനൗൺസ്മെന്റ് തന്നെയാണ് നമുക്ക് തന്നിട്ടുണ്ട്. കാട്ടാളൻ ഒറ്റയടിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് വരാൻ പോകുന്നത്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞാനിത് ഇന്ന് ഈ സാധനം വരുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ വെറുതെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം വെറുതെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് കണ്ടത്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോ കാന്താരായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവമാണോ ചിന്തിച്ചു പോയി. കാരണം കാന്താരിലാണ് പൊതുവെ ഇങ്ങനെ കാട്, തീ, ചോര കാര്യങ്ങളൊക്കെ കാണിച്ചു തരാറുള്ളത്. ഞാൻ അങ്ങനെയാണോ എന്ന് ഒരു വർഷം ചിന്തിച്ചു. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പേര് പോലെ തന്നെ കാട്ടാളൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് ആളിക്കത്തുന്ന തീയിന്റെ മുമ്പിൽ നിൽക്കുന്ന കാട്ടാളിന്റെ നിഴൽ എന്ന് തോന്നുന്ന രീതിയിലുള്ള കയ്യിൽ നല്ലൊരു അടിപൊളി കോടാലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അത് ആന്റണി വർഗീസ് പെപ്പെ ആണോ വേറെ ആരെങ്കിലാണോ ഒന്നും നമുക്കറിയില്ല. ഷെരീഫ് മുഹമ്മദ് പ്രസൻസ് പെപ്പെ കാട്ടാളൻ, ഡയറക്ടഡ് ബൈ പോൾ ജോർജ്, പ്രസന്റഡ് ബൈ ഷെരീഫ് മുഹമ്മദ്, ക്യൂബ്സ് എന്റർടൈൻമെന്റ്. ഹണ്ടിങ് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹണ്ട്, വേട്ടയാടാൻ തുടങ്ങും പെട്ടെന്ന് തന്നെ. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ചോരപ്പുഴയാണ്. ചോരപ്പുഴ. ആ ചോരപ്പുഴയിൽ ഇതിന്റെ പ്രതിബിംബം നമുക്ക് കാണാം. ആ കാട്ടാളിന്റെയും ഈ ആളിക്കത്തുന്ന തീയുടെ ഒക്കെ പ്രതിബിംബം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് അവിടെ കുറെ ആളുകൾ, കുറെ മനുഷ്യന്മാർ തന്നെയല്ലേ, മൃഗങ്ങളാണോ? അല്ല, മനുഷ്യന്മാര് വീണ് മരിച്ച് കിടക്കുന്നുണ്ട്. കയ്യും കാലും ഒക്കെ പോയി. ഭയങ്കര വയലൻസ്. അതായത് മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഇടാൻ പറ്റിയ പേര് തന്നെയാണ്. നല്ല അസല പേര്, കാട്ടാളൻ. ഓ, എന്തോ ഒരു നല്ല പേര്, കാട്ടാളൻ എന്ന് പറയും. വളരെ ഗംഭീരമായിട്ടുണ്ട്. കാരണം മാർക്കോ സിനിമ നമുക്കറിയാം എത്രമാത്രം വലിയ വയലന്റ് ഫിലിം ആയിരുന്നു. അതിന് ശേഷം അവിടെ കാണിച്ചിരുന്ന ചിത്രമാണത്. ചോരപ്പുഴ. അവിടെ കുറെ ആളുകൾ മരിച്ചു കിടക്കുന്നു. ആൻഡ് ഇവിടെ ഇത് ആനക്കൊമ്പാണെന്നാണ് തോന്നുന്നത്, പക്ഷെ ആനനെ കാണുന്നില്ല. ഇത് ആനയാണോ നിക്കണത്? ഇനി അത് ആനന്റെ തലയാണത്? അല്ല, കൊമ്പ് അത്രയും താഴെയായിട്ടില്ല. ഓക്കെ, അപ്പോ ആനക്കൊമ്പ് തന്നെയാണ് തോന്നുന്നു. ആനക്കൊമ്പ് കാണുന്നുണ്ട് അവിടെ, ഒന്ന് രണ്ട് കൊമ്പുകൾ കാണുന്നുണ്ട്. പിന്നെ കുറെ കുന്തവും കോലും എന്തൊക്കെയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഈ കാട്ടാളുടെ കയ്യിലുള്ളത് ആക്സ്, നമ്മുടെ കോടാലി തന്നെയാണ്. സോ ഒരു ഗംഭീര സിനിമയായിരിക്കും വരുന്നതെന്നാണ് തോന്നുന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ കാട്ടാളം എഴുതിയത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കെയുടെ ഒരു കാല് ആനക്കൊമ്പാണ്. കാട്ടാളിന്റെ എയില് ആ വരച്ചിരിക്കുന്നത് ഒരു എന്താ പറയാ, ഡബിൾ ബാരൽ ഗണ്ണാണെന്നാണ് തോന്നുന്നത്. ഗണ്ണ് തോക്കാണ് എന്തായാലും. വേട്ടയാടാൻ ഉപയോഗിക്കുന്ന, ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ആ തോക്ക് ഡബിൾ ബാരലിനാണോ വട്ടെവർ. എന്നിട്ട് വേറൊരു ഏല് കൊടുത്തിട്ടുള്ള ഇതേപോലെ കുറെ കാട്, മല, ഇങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ കല്ലും ഇതൊക്കെ വെച്ച് ഇങ്ങനെ പണിതുണ്ടാക്കിയ പോലെ കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള, കാട്ടിൽ ജീവിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എഴുതിയ പോലെ തോന്നുന്നത്. ഞാൻ വീണ്ടും അവിടെ വരുമ്പോൾ അവിടെയും ആനക്കൊമ്പനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആനനെ വേട്ടയാടുന്നത് തുടങ്ങി കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അത്തരക്കാർക്ക് എതിരെ നിൽക്കുന്ന ഒരാളാണോ ഇനി ഈ കാട്ടാളൻ? അറിയില്ല. അപ്പൊ കാട്ടിലെ കാട്ടാളൻ ആരാണെന്നുള്ളത് വഴിയെ നമുക്ക് മനസ്സിലാവുന്നതാണ് തോന്നുന്നത്. ആൻഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇൻ ദി ഡാർക്ക്നെസ് ഓഫ് ദി വൈൽഡ്. അതായത് ഈ കാടിന്റെ ഇരുട്ടിൽ ഓൺലി ദ റൂത്ത്ലെസ് ക്യാൻ സർവൈവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൂത്ത്ലെസ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഹിയർ ഈസ് ദ റൂത്ത്ലെസ് ആന്റണി വർഗീസ് പെപ്പെ എന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും അതൊരു വമ്പൻ സിനിമയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ കമന്റിൽ രേഖപ്പെടുത്തുക. പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു. അടുത്തത് അറ്റ്ലി 6 ഒരുങ്ങുന്നത് വമ്പൻ ബജറ്റിൽ. ഇത് അല്ലു അർജുനെ വെച്ച് ചെയ്യുന്ന സിനിമയാണ്. അല്ലു അർജുനുമായിട്ടുള്ള സിനിമയിൽ നിന്ന് പിന്മാറിയ രീതിയിലൊക്കെ പല വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മുടെ സൽമാൻ ഖാനായിട്ടുള്ള ചിത്രം, അങ്ങനെ വേറെ കുറെ ആളുകളായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലു സിനിമയിൽ നിന്ന് പിന്മാറി എന്നൊരു വാർത്ത കേട്ടിരുന്നു. പക്ഷെ
അത് വെറുതെ പറഞ്ഞാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ള ഒരു കല്ല് വെച്ച നുണ എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലു അർജുനാണ് അടുത്ത സിനിമയിൽ നായകനായി എത്തുന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഓക്കെ, അതൊക്കെ പോട്ടെ. അറ്റ്ലിയുടെ സാലറി 100 കോടി, അല്ലു അർജുന്റെ സാലറി 250 കോടി, അപ്പൊ തന്നെ 350 കോടി, മൊത്തം 500 കോടിയിലാണ് സിനിമ വരുന്നതാണ്. എന്തോ ഒരു വലിയ നുണ എന്നാണ് തോന്നുന്നത്. 500 കോടി ബജറ്റിലൊക്കെ ഒരു സിനിമ വരുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തായാലും ഇവർ ഇതിന്റെ ഒഫീഷ്യലി യാതൊരു തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. അപ്പൊ 500 കോടി എന്നുള്ളത് ഒരു ജസ്റ്റ് റൂമർ മാത്രമാണ്. ഇനി 500 കോടിക്ക് വരുമോ ചോദിച്ചാൽ ഓക്കെ, അല്ലു അർജുന്റെ ഇപ്പൊ വന്നുള്ള പുഷ്പ അത്രയും കോടി, 1500, 1700, 1800, 2000 എന്ന് പറഞ്ഞാൽ കോടികൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേണമെങ്കിൽ വന്നൂടെയും ചോദിക്കുന്നവരോട് ഇപ്പൊ ഒന്നും പറയാനൊന്നുമില്ല. പക്ഷെ എന്നാലും 500 കോടിക്ക് ഇറക്കിയൊരു സിനിമ ചെയ്യുമോ അറിയില്ല. മാത്രമല്ല ഈ 2000 കോടിക്ക് ഏത് രീതിയിലാണ് അതിന് അത്ര ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. എന്തെല്ലായിക്കൊണ്ട് പോട്ടെടേ. ഇനി പറയാനുള്ളത്, അറ്റ്ലിയുടെ മൂവി കാണാത്തവർക്ക് സുവർണ അവസരം. ഒരു കമന്റ് ആണ്, എല്ലാ സിനിമയും കൂടി ഒരു സിനിമയിൽ കാണാം. അത് കറക്റ്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇപ്പൊ വന്നിട്ടുള്ള, അതായത് പുറത്ത് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും പുള്ളി ഇപ്പോ നമ്മുടെ ജവാനാണെങ്കിലും നമുക്കറിയാം, വിജയ് സിനിമകൾ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട്, അത് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഒറ്റ ഇറക്കല, അങ്ങനെയാണ് തരുന്നത്. അപ്പൊ ഇതും അങ്ങനത്തെ ഒരു പടമായിരിക്കും തോന്നുന്നു. നല്ല കമന്റ്. അനിരുദ്ധ് BGM തീ, അനിരുദ്ധ് ഈസ് എ മസ്റ്റ്, അത് കമ്പൽസറി ആണ്. അപ്പൊ 2 അല്ലു അർജുനെ കാണാൻ വേണ്ടിയാണ്. എന്തൊരു ബുക്കലാണല്ലേ, 2 അല്ലു അർജുനെ കാണാൻ വേണ്ടി. കാരണം പുള്ളീന്റെ സിനിമയിലൊക്കെ 2 നായകന്മാർ വരുന്നുള്ളത് പുള്ളീന്റെ ഒരു എന്താ പറയാ ഐറണി ആണെന്ന് തോന്നുന്നു. ഇത് പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ആ സിനിമ വേറെ പോക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം പുള്ളി അമ്മമാതിരി കൈ വെച്ചൊക്കെ പൊന്നാക്കിയിട്ടുള്ള ഒരു സംവിധായകനാണ്. ഇനി പറയാനുള്ളത്, മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ നമ്പർ 6, ഇവിടെ നിതീഷ് സഹദേവൻ തന്നെയല്ലേ? അതെ, സഹദേവ്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രം, ഒരു ലോക്കൽ ഗുണ്ടായിട്ട് മമ്മൂക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിനിമ. അതിന്റെ ഒരു പോസ്റ്റർ കുറെ ആളുകൾ എനിക്ക് അയച്ചു തന്നു, 2-3 ദിവസമായിട്ട് അയച്ചു തന്നിട്ട്. അങ്ങനെ ടൈം ഇങ്ങനെ വേറെ കുറെ ചെയ്യാനുള്ളത് കൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചതാണ്. പക്ഷെ പോസ്റ്റർ ഇതാണ്. ആൻഡ് കുറെ ആളുകൾക്ക് ഇത് മനസ്സിലായിട്ട് ഇത് കൺസെപ്റ്റ് പോസ്റ്റർ ആണ്, ഇത് ഫാൻ മെയ്ഡ് ആണെന്നൊക്കെ. പക്ഷെ പല ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാകാത്തവരോടൊന്നും പറയാനില്ല. ഇത് സത്യം പറഞ്ഞ ഒരു കൺസെപ്റ്റ് പോസ്റ്റർ ആണ്. എന്താ പറയുക, ഇതൊരു പേജിൽ വന്നിട്ടുള്ള, അതായത് നിതീഷ് സഹദേവ് ചിത്രം, മമ്മൂട്ടി ഒരു ലോക്കൽ ഗുണ്ടായിട്ട് വരുന്നു, അത് മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത്, പ്രൊഡക്ഷൻ നമ്പർ 8 ആണെന്നൊക്കെ അറിയുന്ന ആളുകൾ അത് വെച്ചൊരു കൺസെപ്റ്റ് ആർട്ട് ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ കൺസെപ്റ്റ് പോസ്റ്റർ ചെയ്ത് ഇറക്കിയിരിക്കുന്നതാണ് ഈ സംഭവം. കണ്ടു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അതിലൊന്നും പറയാനില്ല. നമുക്കിന്റെ ഇവിടെ ഒരു സ്കാറും ഇവിടെയുള്ള വെട്ടും തിരിച്ചു വെച്ച മീശയും ആ താടിന്റെ സ്റ്റൈലും മുടിയുടെ സ്റ്റൈലും ഇവിടെ ഒരു കടുക്കൻ ചുണ്ടത്ത് വെച്ചിരിക്കുന്ന ബീഡി എല്ലാം വളരെ നൈസ് ആയിട്ടുണ്ട്. പുള്ളിന്റെ ഭാവം കിടലായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി പോസ്റ്ററാണ്. പക്ഷെ പെട്ടെന്ന് എനിക്കിത് കണ്ടപ്പോ നമ്മുടെ ഷൺമുഖത്തിനെ ഓർമ്മ വന്നു. ബ്ലാക്ക് 2 എന്നൊക്കെ പറഞ്ഞത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായേനെ. എന്തായാലും നല്ല പോസ്റ്ററാണ്. ഇതുപോലുള്ള നല്ല അടിപൊളി പോസ്റ്റർ തന്നെയായിരിക്കും നമുക്ക് ചിത്രങ്ങളിൽ വരാൻ നമുക്കറിയാം. കാരണം കളങ്കാവിന്റെ നമ്മൾ കണ്ടതാണ്. ഇനി അതുക്കും മേലെ പോസ്റ്റർ ആയിരിക്കും ഇവർ ഈ ചിത്രത്തിൽ തരാൻ പോകുന്നത്. സോ ഇതൊരു കൺസെപ്റ്റ് പോസ്റ്റർ മാത്രമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്യാതെ വിട്ടത്. നിങ്ങൾ കണ്ടപ്പോൾ ഒരു പക്ഷെ ഈ ഒറിജിനൽ ഈ ടീം ഒരു തന്ന സമയത്ത് അതിൽ കൺസെപ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ കൈമാറി വന്നപ്പോൾ പല ആളുകൾക്കും കിട്ടിയപ്പോൾ പോസ്റ്റർ മാത്രമേ കിട്ടിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിച്ചതാവാം. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് പറയാനുള്ള അപ്ഡേറ്റുകൾ. ഇതിൽ ഏറ്റവും നിങ്ങളെ ത്രില്ലടിപ്പിച്ചിട്ടുള്ള അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് നമ്മുടെ കാട്ടാളൻ അതൊരു കിട്ടൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അപ്രതീക്ഷിതമായിട്ട് എന്റെ പോസ്റ്റർ കണ്ടിട്ട്, അതുപോലെ ആദ്യമായി ഈ വീഡിയോയിലൂടെ പോസ്റ്റർ കാണുന്നവരുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം.